രാജസ്ഥാനിൽ നിന്ന് പഴയ ബസ്സുകൾ കേരളത്തിലെത്തിച്ച് സർവീസ് നടത്താൻ തയ്യാറെടുക്കുകയാണ് കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകൾ. പുതിയ ബസ് വാങ്ങി നിരത്തിലിറക്കുന്നതിന്റെ അധിക ചെലവ് ഒഴിവാക്കാൻ കേരളത്തിലേതിനേക്കാൾ വിലക്കുറവിൽ പഴയ ബസ്സുകൾ കിട്ടുന്ന രാജസ്ഥാനിലേക്ക് പോകുകയാണിവർ. അവിടെ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് 8 വർഷം വരെയാണ് കാലാവധി. ഈ ബസ്സുകളാണ് കേരളത്തിലേക്ക് കൊണ്ടുവരിക. പഴയ ബോഡി പൊളിച്ച് നവീകരിച്ച് നിരത്തിലിറക്കും. ഈ ബസ് ചുരുങ്ങിയത് 7 വർഷം സർവീസ് നടത്താൻ ഉപയോഗിക്കാം. 8 വർഷം പഴക്കമുള്ളതിനാൽ കേന്ദ്ര സർക്കാരിൻ്റെ ബോഡി കോഡ് നിബന്ധന ഇവയ്ക്ക് ബാധകമല്ല. ഷട്ടറുകൾ ഘടിപ്പിച്ചും നിരത്തിലിറക്കാം. എന്നാൽ 2017 ശേഷമുള്ള ബസ്സുകൾക്ക് ബോഡി കോഡ് നിർബന്ധമാണ്. അവയ്ക്ക് അംഗീകൃത ബോഡി നിർമ്മിച്ചാലേ പെർമിറ്റ് ലഭിക്കൂ. ഏതു തരത്തിലായാലും പുതിയ ബസ്സിനേക്കാൾ ചെലവ് കുറവുണ്ടെന്ന് ബസ് ഉടമകൾ പറയുന്നു. നിലവിലുള്ള സാഹചര്യത്തിൽ കേരളത്തിലൊരു പുതിയ ബസ് നിരത്തിലിറക്കുന്ന സമയത്ത് ഏകദേശം 45 ലക്ഷം രൂപയ്ക്ക് മുകളിൽ, ഏകദേശം 45-47 ലക്ഷം രൂപയാണ് പുതിയൊരു ബസ് ഇറങ്ങുന്ന സമയത്ത് ഉടമസ്ഥന് ചെലവാകുന്നത്. അത് കഴിഞ്ഞ 3-4 വർഷമായിട്ട് കാലാനുസൃതമായിട്ട് വന്നൊരു മാറ്റമല്ല. വളരെ പെട്ടെന്നാണ് അങ്ങനെ ഒരു വില വ്യത്യാസം ഈ ഒരു പുതിയ ബസ്സുകളിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും അത്ര വലിയ ഒരു തുക മുടക്കി ഈ ഒരു പ്രസ്ഥാനം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത കുറവാണ് എന്നതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ ഇപ്പോൾ വാഹനങ്ങൾ അന്വേഷിച്ച് പോകുന്നത്. അവിടെ നമുക്ക് 7 വർഷം 8 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ 10 ലക്ഷം രൂപ 11 ലക്ഷം രൂപ വിലയിൽ നമുക്ക് അവിടെ ലഭ്യമാണ്. അതിവിടെ കൊണ്ടുവന്ന അതിന്റെ മറ്റു പണികളെല്ലാം തീർത്താൽ പോലും കേരളത്തിലെ സെക്കൻഡ് ഹാൻഡ് വിപണിയിലെ വില അപേക്ഷിച്ച് വളരെ കുറഞ്ഞ വിലയ്ക്ക് വാഹനങ്ങൾ എത്തിക്കാമെന്നുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായും സ്വകാര്യ ബസ് ഉടമകൾ ആ ഒരു മേഖലയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാന്, പഞ്ചാബ്, മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനം എത്തിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. അത് ഇപ്പോൾ ടൂറിസ്റ്റ് ബസ് മേഖലയിലും അത് നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ടെമ്പോ ട്രാവലറും മറ്റ് വാഹനങ്ങളെല്ലാം തന്നെ മറ്റ് സംസ്ഥാനത്തു നിന്നും വരുന്ന ഒരു സാഹചര്യം വളരെ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ കേരളത്തിൽ വളരെ വലിയ രീതിയിൽ കണ്ടുവരാറുണ്ട്. കേരളത്തിൽ പുതിയ ബസ് എടുക്കുന്നത് ഭാരിച്ച ചെലവാണ് ഉടമകൾക്ക് ഉണ്ടാക്കുന്നത്. പുതിയ ഷാസിക്ക് മാത്രം 30 മുതൽ 31 ലക്ഷം രൂപ വരെയാണ് വില വരുന്നത്. ഇതിൽ ബോഡി നിർമ്മിക്കുന്നതിന് 12 മുതൽ 14 ലക്ഷം രൂപ വരെ ചെലവ് വരും. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള മറ്റ് ചെലവുകളും ഏകദേശം 2 ലക്ഷം രൂപയോളം വരും. അങ്ങനെ ഒരു പുതിയ ബസ് റോഡിലേക്ക് എത്തുമ്പോഴേക്കും 44 മുതൽ 47 ലക്ഷം രൂപ വരെയാണ് ചെലവാകുന്നത്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പഴയ ബസ് വാങ്ങുന്നതാണ് ലാഭകരം. 11 ലക്ഷം രൂപ വരെയാണ് രാജസ്ഥാനിലെ പഴയ ബസ്സുകൾക്ക് വില വരുന്നത്. ഇത് നാട്ടിലെത്തിച്ച് പുതിയ ബോഡി കയറ്റുന്നതിന് 7 ലക്ഷം രൂപ വരെയാണ് ചെലവ്. പരമാവധി 18 ലക്ഷം രൂപയ്ക്ക് ചെറിയ പഴക്കം മാത്രമുള്ള ബസ്സുകൾ ലഭിക്കുമെന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉടമകളെ ആകർഷിക്കുന്നത്. കേരളത്തില് നിലവിലത്തെ നിയമം അനുസരിച്ച് 22 വർഷമാണ് ഒരു വാഹനം സ്വകാര്യ ബസ് ഉപയോഗിക്കാൻ സാധിക്കുക. വാഹനം രജിസ്റ്റർ ചെയ്തിട്ട് 22 വർഷത്തേക്കാണ് അതിന്റെ കാലാവധി. ആ രീതിയിലാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വാഹനം 8 വർഷം പഴക്കമുള്ള ഒരു വാഹനമാണെങ്കിൽ സ്വാഭാവികമായിട്ടും 14 വർഷം കൂടെ നമുക്ക് ആ വാഹനം കേരളത്തിലെ സ്വകാര്യ ബസ് എന്നുള്ള നിലയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഉത്തരേന്ത്യൻ ബസ്സുകൾ വാങ്ങി ബോഡി ചെയ്ത് നിരത്തിലിറക്കുമ്പോൾ 40% ലാഭമുണ്ട്. കേരളത്തിൽ ഒരു ഷാസി വാങ്ങി പുതിയൊരു ബസ് നിർമ്മിക്കാൻ 45 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവാണ്. പഴയ ബസ്സുകൾക്കും ഇവിടെ വില കൂടുതലാണ്. ബസ് സർവീസിൽ പിടിച്ചു നിൽക്കാൻ ഇതൊക്കെയേ മാർഗമുള്ളൂ എന്ന് ബസ് ഉടമകൾ പറയുന്നു.